ഈ പടി ഇറങ്ങിയാൽ പിന്നെ നിനക്ക് തിരികെ വരാൻ ഈ വീടിന്റെ വാതിൽ തുറക്കില്ല. സ്വന്തമായിട്ട് ഒരു 100 രൂപ പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത നീ എന്നെയും എൻ്റെ മോനെയും ധിക്കരിച്ച് ഈ പാതിരാത്രി എവിടെ പോയി ജീവിക്കാനാണ്? ഭാനുമതി അമ്മയുടെ ശബ്ദം ആ വലിയ ഹാളിൽ അലയടിച്ചു. ഉമ്മറപ്പടിയിൽ നിന്ന് ഗൗരി തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ സാധാരണ കാണാറുള്ള ഭയമോ കണ്ണുനീരോ ഉണ്ടായിരുന്നില്ല. പകരം കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തതയായിരുന്നു അവളുടെ മുഖത്ത്. അവൾ രാഹുലിന്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ ഭാര്യയെ സ്വന്തം അമ്മ അപമാനിക്കുന്നത് തടയുന്നതിനു പകരം നീ എന്തു ചെയ്യും എന്ന പരിഹാസത്തോടെ അവളെ നോക്കി നിൽക്കുകയാണവൻ. ശരിയാണ്. ഗൗരിയുടെ ശബ്ദം പതിവിലും ഉറച്ചതായിരുന്നു. സ്വന്തമായി 100 രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവളായി എന്നെ മാറ്റിയത് നിങ്ങളാണ്. എൻ്റെ സർട്ടിഫിക്കറ്റുകളും സ്വപ്നങ്ങളും ഈ അടുക്കളയിലെ പുകയിൽ കരിഞ്ഞു പോകുന്നത് ഞാൻ ഇത്രയും കാലം നോക്കി നിന്നു. അത് എൻ്റെ തെറ്റ്. പക്ഷേ ഇനി അങ്ങനെയല്ല. ഞാൻ എവിടെ പോയി ജീവിക്കുമെന്ന് കാലം നിങ്ങൾക്ക് കാണിച്ചു തരും. തൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല ഊരി ആ വലിയ ടീപ്പോയുടെ മുകളിലേക്ക് വച്ചിട്ട് അവൾ ആ പടിയിറങ്ങി. അന്ന് പുറത്ത് പെയ്യാൻ തുടങ്ങിയ മഴയ്ക്ക് അവളുടെ മനസ്സിലെ തീ കെടുത്താൻ കഴിഞ്ഞില്ല. അവിടെ ഒരു പുതിയ ഗൗരി ജനിക്കുകയായിരുന്നു. ഗൗരി കോളേജിൽ എപ്പോഴും ഒന്നാമതായിരുന്നവൾ. ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നവൾ. പഠനത്തിൽ മാത്രമല്ല, സംവാദങ്ങളിലും ആർട്സ് ഫെസ്റ്റിവലുകളിലും അവൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലായിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഏറ്റവും മികച്ചൊരു മൾട്ടിനാഷണൽ IT കമ്പനിയിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി. തൻ്റെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് രാഹുലുമായുള്ള വിവാഹാലോചന വരുന്നത്. നഗരത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, വലിയ വീടും കുടുംബവും. പെണ്ണു കാണാൻ വന്ന ദിവസം രാഹുൽ ഗൗരിയോട് പറഞ്ഞത് അവൾക്ക് ഇന്നും ഓർമ്മയുണ്ട്. എനിക്ക് വേണ്ടത് അടുക്കളയിൽ ഒതുങ്ങുന്ന ഒരു ഭാര്യയല്ല ഗൗരി, എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്നു നിൽക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയെയാണ്. കല്യാണം കഴിഞ്ഞാലും നിനക്ക് നിന്റെ കരിയറുമായി മുന്നോട്ട് പോകാം. എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ആ വാഗ്ദാനങ്ങൾ കേട്ട് ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഒരാളെയാണല്ലോ കൂട്ടിന് കിട്ടിയത് എന്നവൾ ആശ്വസിച്ചു. ഒത്തിരി പ്രതീക്ഷകളോടെ, നിറമുള്ള സ്വപ്നങ്ങളോടെയാണ് അവൾ ആ വീട്ടിലേക്ക് വലതുകാൽ വച്ച് കയറിയത്. പക്ഷേ ആ വാഗ്ദാനങ്ങൾക്ക് വെറും ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസം ഒരു സ്വപ്നം പോലെ കടന്നുപോയി. എന്നാൽ മെല്ലെ മെല്ലെ ആ വീടിൻ്റെ യഥാർത്ഥ മുഖം ഭാനുമതി അമ്മയിലൂടെ പുറത്തു വന്നു തുടങ്ങി. ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് എടുത്തപ്പോൾ ഗൗരി വളരെ സന്തോഷത്തോടെ രാഹുലിനോട് കാര്യം പറഞ്ഞു. അന്ന് ഭാനുമതി അമ്മയാണ് അതിലാദ്യം ഇടപെട്ടത്. നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കൊന്നും പണിക്ക് പോകേണ്ട ഗതികേടില്ല ഗൗരി. അതെല്ലാം സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. രാഹുലിന് മാസം ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടല്ലോ. നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? നീ എന്തിനാ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ കഷ്ടപ്പെട്ടു പോകുന്നത്? അതൊന്നും നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. ഗൗരി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ സഹായത്തിനായി രാഹുലിനെ നോക്കി. തനിക്ക് വാക്ക് തന്ന തൻ്റെ ഭർത്താവ് തന്നെ പിന്തുണയ്ക്കുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ അവൻ അമ്മയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെച്ചു. അമ്മ പറഞ്ഞതാണ് ഗൗരി ശരി. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ. നീ ഈ വീട്ടിലെ കാര്യങ്ങളും നോക്കി ഇങ്ങനെ രാജകുമാരിയെ പോലെ ഇരുന്നാൽ മതി. ആദ്യത്തെ വലിയ തളർച്ച അവിടെയായിരുന്നു. സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് അവളുടെ ചിറകുകൾ അരിയുകയായിരുന്നു അവർ. ആ വലിയ വീട്ടിലെ ഒരു ശമ്പളമില്ലാത്ത വേലക്കാരിയായി ഗൗരി മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന അവളുടെ ദിവസം രാത്രി 11 മണിക്ക് എല്ലാവരും കിടന്ന ശേഷമാണ് അവസാനിച്ചിരുന്നത്. എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും, എത്ര സ്വാദുള്ള ഭക്ഷണം വെച്ചാലും ഭാനുമതി അമ്മയ്ക്ക് ഒരു തൃപ്തിയും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാഹുലിൻ്റെ കുറച്ച് ബിസിനസ് സുഹൃത്തുക്കളും കുടുംബവും
വീട്ടിൽ വിരുന്നിന് വന്നു. രാവിലെ മുതൽ അടുക്കളയിൽ കഷ്ടപ്പെട്ട് ഗൗരിയാണ് എല്ലാം തയ്യാറാക്കിയത്. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ഒരു കറിയിൽ ഉപ്പ് അല്പം കുറഞ്ഞുപോയി. എല്ലാവരുടെയും മുന്നിൽ വച്ച് ഭാനുമതി അമ്മ ഗൗരിയെ ശകാരിച്ചു. ചെറുപ്പത്തിലേ വലിയ ഡിഗ്രിയും പാസ്സായി അഹങ്കരിച്ച് നടന്നതിന്റെ ഈ കുട്ടിക്ക് ഒരു കറി പോലും മര്യാദയ്ക്ക് വെക്കാൻ അറിയില്ല. ഇവളെ കൊണ്ട് ഒരു ഗുണവുമില്ല രാഹുലേ. അതിഥികളുടെ മുന്നിൽ വെച്ച് അപമാനിതയായി ഗൗരി തലകുനിച്ച് നിന്നു. രാഹുൽ അത് കേട്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അന്ന് രാത്രി അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുമ്പോൾ ഗൗരി പൊട്ടിക്കരഞ്ഞുപോയി. സാമ്പത്തികമായി പൂർണ്ണമായും രാഹുലിനെ ആശ്രയിക്കേണ്ടി വന്നത് അവളുടെ ആത്മവിശ്വാസം കെടുത്തിയിരുന്നു. സ്വന്തമായി ഒരു പുസ്തകം വാങ്ങാനോ അച്ഛനും അമ്മയ്ക്കും ഒരു ചെറിയ സമ്മാനം വാങ്ങാനോ പോലും അവൾക്ക് രാഹുലിന് മുന്നിൽ കൈനീട്ടേണ്ടി വന്നു. പണം നൽകുമ്പോഴുള്ള അവന്റെ ഭാവം ഒരു യാചകിയോട് എന്ന പോലെയായിരുന്നു. 10 പൈസയുടെ വില അവൾക്കവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഗൗരിയുടെ ഒരു പഴയ കോളേജ് സുഹൃത്ത് മായ അവളെ കാണാൻ വരുന്നത്. മായ ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ HR മാനേജറാണ്. ഗൗരിയുടെ അവസ്ഥ കണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അടുക്കളയിലെ കരി പിടിച്ച വസ്ത്രങ്ങളോടെ നിൽക്കുന്ന ഗൗരിയെ നോക്കി അവൾ ചോദിച്ചു, നീ എന്താ ഗൗരി ഈ കോലത്തില്? ക്യാമ്പസിലെ ആ പഴയ തീപ്പൊരു ഗൗരിയുടെ കോൺഫിഡൻസ് ഒക്കെ എവിടെ പോയി? ഈ 4 ചുവരുകൾക്കുള്ളിൽ തീർക്കാനുള്ളതാണോ നിന്റെ ഈ ജീവിതം? മായ പോയതിനു ശേഷം അന്ന് രാത്രി ഗൗരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. കണ്ണിനടിയിൽ കറുപ്പ് വീണ, മുടിയൊക്കെ പാറിപ്പറന്ന ക്ഷീണിച്ച ഒരു മുഖം. ഇത് താനല്ല എന്ന് അവളുടെ ഉള്ളു പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു സുപ്രധാന തീരുമാനവുമായാണ് അവൾ ഉണർന്നത്. താൻ പഠിച്ച വിഷയങ്ങളിലെ പുതിയ അപ്ഡേറ്റുകൾ അവൾ ഫോണിലൂടെ വായിക്കാൻ തുടങ്ങി. പഴയ പുസ്തകങ്ങൾ പൊടി തട്ടിയെടുത്തു. രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അവൾ ഓൺലൈൻ കോഴ്സുകൾ ചെയ്തു. ഒരു ദിവസം രാഹുലും ഭാനുമതി അമ്മയും ഒരു കല്യാണത്തിന് പോയ സമയത്ത് അവൾ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ടും അവളുടെ അറിവും പ്രായോഗിക ബുദ്ധിയും കണ്ട് ഇൻ്റർവ്യൂ ബോർഡിന് അത്ഭുതം തോന്നി. അവർ അവൾക്ക് അന്ന് തന്നെ ജോലി ഓഫർ ചെയ്തു. സന്തോഷത്തോടെ പ്രതീക്ഷകളോടെ ഈ വിവരം രാഹുലിനോട് പറയാൻ കാത്തിരുന്ന അവൾക്ക് കിട്ടിയത് കടുത്ത ശകാരമായിരുന്നു. എൻ്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് വേണമെന്നില്ല എനിക്ക് ചിലവിന് നടത്താൻ. നീ നാളെ മുതൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. നിനക്ക് എന്തെത്ര അഹങ്കാരം? രാഹുൽ അവളുടെ ലാപ്ടോപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് അലറി. അതായിരുന്നു ഗൗരിയുടെ സഹനത്തിന്റെ അവസാന ബിന്ദു. അവൾ തീരുമാനിച്ചു, ഇനി സ്വർണ്ണക്കൂട്ടിൽ ഒരടിമയായി സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിലും നല്ലത് പുറത്തെ ലോകത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി മരിക്കുന്നതാണ്. അങ്ങനെയാണ് അവൾ ആ രാത്രി രാഹുലിൻ്റെയും ഭാനുമതി അമ്മയുടെയും മുന്നിലൂടെ ആ വീടിൻ്റെ പടിയിറങ്ങിയത്. പടിയിറങ്ങി ഇരുട്ടിലേക്ക് നടക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോയാൽ അച്ഛനും അമ്മയും സങ്കടപ്പെടും. സമൂഹത്തെ ഭയന്ന് ചിലപ്പോൾ അവളെ തിരികെ രാഹുലിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആക്കും. അവൾ മായയെ വിളിച്ചു. മായ അവളെ നഗരത്തിലെ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലാക്കി. അവളുടെ കയ്യിൽ പണമില്ലായിരുന്നു. മായ കൊടുത്ത കടം വാങ്ങി പണം കൊണ്ടാണ് അവൾ ആദ്യത്തെ മാസം തള്ളി നീക്കിയത്. കിട്ടിയ ആ ജോലിയിൽ അവൾ പ്രവേശിച്ചു. പ്രവൃത്തി പരിചയമില്ലാത്തതുകൊണ്ട് ഒരു ജൂനിയർ പോസ്റ്റിലാണ് അവൾക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. ശമ്പളം വളരെ കുറവ്. ഹോസ്റ്റൽ ഫീസും യാത്രാക്കൂലിയും കഴിഞ്ഞാൽ കയ്യിലൊന്നും ബാക്കിയുണ്ടാകില്ല. പല ദിവസങ്ങളിലും ഉച്ചഭക്ഷണം ഒരു ചായയിലും ബിസ്ക്കറ്റിലും അവൾ ഒതുക്കി. രാഹുലിൻ്റെ വീട്ടിൽ വില കൂടിയ കാറുകളിൽ യാത്ര ചെയ്തവൾ ഇന്ന് തിരക്കുള്ള ബസ്സുകളിൽ നിന്ന് യാത്ര ചെയ്തു. തളർന്നു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിക്കാൻ ഫോണെടുത്ത രാത്രികൾ. പക്ഷേ അപ്പോഴൊക്കെ രാഹുലിൻ്റെയും ഭാനുമതിയുടെയും പരിഹാസവാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിനക്ക് സ്വന്തമായി ഒരു 100 രൂപ പോലും ഉണ്ടാക്കാൻ കഴിയില്ല.
ആ വാക്കുകൾ അവൾക്ക് മുൻപോട്ടു പോകാനുള്ള ഇന്ധനമായി മാറി. ഓഫീസിൽ അവൾ ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്തു. മറ്റുള്ളവർ 8 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ അവൾ 12 മണിക്കൂർ ജോലി ചെയ്തു. ഒരു ദിവസം കമ്പനിയുടെ ഒരു പ്രധാന ക്ലയന്റ് മീറ്റിംഗിൽ അവരുടെ സീനിയർ മാനേജർക്ക് ഒരു പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഗൗരി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ആ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. അവളുടെ ഐഡിയകൾ അവിടുത്തെ വിദേശ ക്ലയന്റുകളെ പോലും വിസ്മയിപ്പിച്ചു. അന്നു മുതൽ കമ്പനിയുടെ മാനേജ്മെന്റ് അവളെ ശ്രദ്ധിച്ചു തുടങ്ങി. പുതിയ പ്രൊജക്റ്റുകൾ അവൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. വർഷങ്ങൾ 5 കഴിഞ്ഞു. കാലം ഒരുപാട് മാറി. ഗൗരി ഇപ്പോൾ ആ ഹോസ്റ്റൽ മുറിയിലല്ല, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്വന്തമായി വാങ്ങിയ ഒരു മനോഹരമായ ഫ്ലാറ്റിലാണ് ഇന്നവൾ താമസിക്കുന്നത്. ജൂനിയർ സ്റ്റാഫായി കയറിയ ഗൗരി ഇന്ന് അതേ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇന്ത്യയിലെ തന്നെ പ്രധാന പ്രൊജക്ട് ഡയറക്ടറാണ്. അവളുടെ കീഴിൽ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. പഴയ ഭയന്ന് മാറി നിന്ന ഗൗരിയല്ല അവൾ. കോർപ്പറേറ്റ് ലോകം ബഹുമാനിക്കുന്ന, ആത്മവിശ്വാസം തുളുമ്പുന്ന അതിശക്തയായ ഒരു ബിസിനസ് വുമൺ. ഇതേ സമയം രാഹുലിന്റെ ജീവിതം നേരെ തിരിച്ചായിരുന്നു. അഹങ്കാരം കൊണ്ടും കഴിവുള്ള ജോലിക്കാരെ ബഹുമാനിക്കാത്തതുകൊണ്ടും അവന്റെ ബിസിനസ് വളരെ വലിയ തകർച്ചകൾ നേരിട്ടു. കടങ്ങൾ കൂടി വന്നു. ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചു തുടങ്ങി. അവന്റെ കമ്പനിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഇനി ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. നഗരത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയുമായി ചേർന്ന് ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുക. അതിനായി അവൻ ഒരുപാട് തവണ അവരുടെ വാതിലുകൾ മുട്ടി. ഒടുവിൽ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർ അവനൊരു അപ്പോയിൻമെന്റ് നൽകി. രാഹുൽ മീറ്റിംഗിനായി ആ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസിലെത്തി. ഗ്ലാസ് ഡോറുകളുള്ള വലിയ റിസപ്ഷൻ. അവിടെയുള്ള ആളുകളുടെ പ്രൊഫഷണലിസം കണ്ട് അവന് വല്ലാത്തൊരു പരിഭ്രമം തോന്നി. തന്റെ പഴയ പ്രതാപമൊന്നും ഇപ്പോഴില്ലെന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ ഭയപ്പെടുത്തി. സർ, ഞങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ക്യാബിൻ നമ്പർ 4, റിസപ്ഷനിസ്റ്റ് പുഞ്ചിരിയോടെ പറഞ്ഞു. രാഹുൽ ഫയലുകളും പിടിച്ച് ആ വലിയ ക്യാബിന്റെ മുമ്പിലെത്തി. ഡോറിൽ മെല്ലെ മുട്ടി. കം ഇൻ എന്നുള്ള ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് അവൻ അകത്തേക്ക് കയറി. വലിയൊരു ടേബിളിനപ്പുറത്ത് കറങ്ങുന്ന കസേരയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. മുഖം ലാപ്ടോപ്പിലാണ്. ഗുഡ് മോർണിംഗ് മാഡം, ഐ ആം രാഹുൽ, അവൻ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. കസേര മെല്ലെ അവന് നേരെ തിരിഞ്ഞു. ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് ആ പ്രൊജക്ട് ഡയറക്ടർ രാഹുലിനെ നോക്കി. രാഹുലിന്റെ കയ്യിൽ നിന്ന് ആ ഫയലുകൾ താഴേക്ക് വീണു. അവന്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുൻപിലിരിക്കുന്നത് ഗൗരിയാണ്. വില കൂടിയ ഒരു പ്രൊഫഷണൽ സ്യൂട്ട് ധരിച്ച് ഒരു പോറലുമേൽക്കാത്ത ആത്മവിശ്വാസത്തോടെ അവൾ അവനെ നോക്കി മന്ദഹസിച്ചു. അന്ന് രാത്രി 100 രൂപ പോലും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തന്റെ അമ്മയോടൊപ്പം ചേർന്ന് താൻ ഇറക്കി വിട്ടവൾ. ഇന്ന് തന്റെ കമ്പനിയുടെ തലവര മാറ്റി എഴുതാൻ പോകുന്നവൾ. പ്ലീസ് സിറ്റ് മിസ്റ്റർ രാഹുൽ. ഗൗരിയുടെ ശബ്ദം തികച്ചും ശാന്തവും പ്രൊഫഷണലുമായിരുന്നു. അതിൽ ദേഷ്യമോ പകയോ ഉണ്ടായിരുന്നില്ല. രാഹുൽ വിയർക്കാൻ തുടങ്ങി. അവന് കസേരയിൽ ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഗൗരി തന്നെ അപമാനിക്കുമെന്നും ഗാർഡുകളെ വിളിച്ച് പുറത്താക്കുമെന്നും അവൻ കരുതി. അവൾ തന്റെ പഴയ അവസ്ഥയെ ഓർത്ത് പരിഹസിക്കുമെന്ന് അവൻ ഭയന്നു. പക്ഷേ ഗൗരി തന്റെ ജോലി കൃത്യമായി ചെയ്തു. പ്രൊജക്റ്റിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഫയലുകളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. ഒരു സാധാരണ ബിസിനസ് ക്ലയന്റിനോട് സംസാരിക്കുന്നത് പോലെ മാത്രം അവൾ പെരുമാറി. മീറ്റിംഗ് കഴിഞ്ഞു. പ്രൊജക്റ്റിൽ കഴമ്പുണ്ടെന്ന് കണ്ടതുകൊണ്ട് ആ ഡീൽ ഗൗരി അപ്രൂവ് ചെയ്തു. രാഹുൽ പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഗൗരി എഴുന്നേറ്റ് നിന്നു. രാഹുൽ, അവൾ വിളിച്ചു. അവൻ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. അന്ന് രാത്രി
ഞാൻ ആ പടി ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഇന്നും നിങ്ങളുടെ ആ ഇരുണ്ട അടുക്കളയിൽ എൻ്റെ ജീവനും സ്വപ്നങ്ങളും കരിഞ്ഞു തീർന്നേനെ. എന്നെ സീറോ ആക്കിയതിന്, എനിക്ക് ഒന്നിനും കഴിവില്ലെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചതിന് ഞാൻ നിങ്ങളോടിന്ന് നന്ദി പറയുന്നു. കാരണം ആ സീറോയിൽ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങാൻ പഠിച്ചത്. എനിക്കുള്ള ആകാശം ഞാൻ തന്നെ വരച്ചെടുത്തത്. രാഹുലിന് ഒരു വാക്ക് പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ അപമാനഭാരത്താൽ തലകുനിച്ച് സ്വന്തം പരാജയം പൂർണ്ണമായി അംഗീകരിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഗൗരി വലിയ ആ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തെ വിശാലമായ ആകാശത്തേക്ക് നോക്കി ദീർഘമായി നിശ്വസിച്ചു. അവിടെ അവൾക്ക് മുന്നിൽ തിളക്കമുള്ളൊരു പുതിയ ലോകം തുറന്നു കിടപ്പുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതൊരു കഥ മാത്രമായി നിങ്ങൾ കാണരുത്. നമ്മുടെ ചുറ്റും ഒരുപാട് ഗൗരിമാരുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. വിവാഹം എന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളുടെയോ കരിയറിൻ്റെയോ ശവപ്പറമ്പാകരുത്. പങ്കാളിയെ ബഹുമാനിക്കാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുമ്പോഴാണ് ഒരു ബന്ധം പൂർണ്ണമാകുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വെറുമൊരു വാക്കല്ല, അതവളുടെ നിലനിൽപ്പാണ്, അവളുടെ ശബ്ദമാണ്, അവളുടെ ആത്മാഭിമാനമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെയും ഐഡന്റിറ്റിയെയും ആരുടെ മുന്നിലും അടിയറവ് വയ്ക്കാതിരിക്കുക. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലായാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഗൗരിയെപ്പോലെ സ്വന്തം ആകാശം വരച്ചെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നന്ദി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ കുഞ്ഞു സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നമ്മുടെ മാംഗല്യം കഥയുടെ സീരീസ് ചാനലിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു കുഞ്ഞു ഷോർട്ട് സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്തത് കേട്ടോ. ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണേ. ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു ഷോർട്ട് സ്റ്റോറിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.